പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സൌദി സന്ദർശനത്തിന് നാളെ തുടക്കം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ട്രി എന്നിവരടങ്ങുന്ന 11 അംഗ ഉന്നതതല ഇന്ത്യൻ സംഘമാണ് സൌദി സന്ദർശിക്കുന്നത്. ജിദ്ദയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ പ്രത്യേക ക്ഷണമനുസരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദിയുടെ വാണിജ്യ നഗരമായ ജിദ്ദയിലെത്തുന്നത്. 2 ദിവസത്തെ സൌദി സന്ദർശനത്തിന് ചൊവ്വാഴ്ച ജിദ്ദയിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് ഔദ്യോഗികമായ വരവേൽപ്പ് നൽകും. 2016ലും 2019ലും സൌദി സന്ദർശിച്ച പ്രധാനമന്ത്രിയുടെ 6 വർഷത്തിനു ശേഷമുള്ള 3ാമത്തെ സന്ദർശനമാണിത്. സൌദി കിരീടാവകാശിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് പ്രധാന പരിപാടി. ഇന്ത്യ സൌദി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിലിന്റെ 2ാം യോഗത്തിലും മോദി സംബന്ധിക്കും. ജിദ്ദയിലെ അറിയപ്പെടുന്ന ഫാക്ടറിയിലെ ഇന്ത്യൻ തൊഴിലാളികളുമായി മോദി സംവദിക്കും. 27 ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സൌദി അറേബ്യയും ഇന്ത്യയുമായി നൂറ്റാണ്ടുകളുടെ ഊഷ്മള ബന്ധമാണുള്ളത്. 2 നാൾ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ വിവിധ കരാറുകളിൽ ഒപ്പുവയ്ക്കും. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ നേരിടുന്ന പുതിയ പ്രതിസന്ധിയും ചർച്ചാവിഷയമാകുമെന്നാണ് സൂചന. സൌദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ സമൂഹത്തിനു വേണ്ടി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ന്യൂസ് ഡെസ്ക് അമൃത TV. ഹൈപ്പർ അൽ വഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും.